പണി പൂർത്തിയായ രാമക്ഷേത്രം കാണാൻ ഭക്തരുടെ ഒഴുക്കാണ് അയോധ്യയിലേക്ക്. തിരക്ക് കണക്കിലെടുത്ത് ദർശന സമയം കൂട്ടിയിട്ടുണ്ട്. ഇന്നും നാളെയുമായി 3 ലക്ഷത്തിലധികം ആളുകൾ എത്തിച്ചേരുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ധ്വജാരോഹണം നാളെയാണ്. അന്തിമ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അയോധ്യയിലെത്തും. അയോധ്യയിൽ നിന്ന് തത്സമയം രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, അയോധ്യയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലോ, വലിയ സുരക്ഷാ ക്രമീകരണത്തിലായിരിക്കുമല്ലോ അയോധ്യ? തീർച്ചയായും ഒരു 3 ടയർ സിസ്റ്റമാണ് ഇപ്പോൾ ഭവ്യ ഇവിടെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരാണ് ഈ ക്ഷേത്രത്തിന്റെ മുഴുവൻ സുരക്ഷാ ചുമതല രാവിലെ മുതൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് കേന്ദ്രസേനാംഗങ്ങൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കേന്ദ്രസേനയുടെ വലിയൊരു ബറ്റാലിയൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇതിന്റെ ചുറ്റുപാടും ക്ഷേത്രത്തിന്റെ പുറത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കേന്ദ്രസേനയുമായി ബന്ധപ്പെട്ടാണ് നിയന്ത്രിച്ചിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. UP പോലീസിന്റെ വലിയ സന്നാഹം പുറത്തുണ്ട്. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഗതാഗത ക്രമീകരണങ്ങൾ ഒപ്പം മറ്റ് സുരക്ഷാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് UP പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അങ്ങനെ ഒരു 3 ടയർ സിസ്റ്റം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നാളെ രാവിലെ 11 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ അകലെയുള്ള സാക്കേത് കോളേജിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ഗ്രൗണ്ടിൽ ഹെലിപാഡിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് റോഡ് ഷോയോട് കൂടിയാകും പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുക. ഇരുവശങ്ങളിലും പുഷ്പവൃഷ്ടിയും മറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. വലിയ റോഡ് ഷോ ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ UPയിൽ പ്രധാനമന്ത്രി നടത്തുന്ന മറ്റൊരു റോഡ് ഷോ ആയി ഇത് മാറും. അത്തരത്തിലാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, പ്രാൺപ്രതിഷ്ഠാ ദിവസം പ്രധാനമന്ത്രിയായിരുന്നു മുഖ്യ കാർമ്മികത്വം വഹിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ ധ്വജ ആരോഹണത്തിലും പ്രധാനമന്ത്രി തന്നെ മുഖ്യ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് പ്രധാനമായും നരേന്ദ്രമോദിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് UP സർക്കാരും അയോധ്യ ക്ഷേത്രവും ഇത്തരം കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നത് ഏറെ പ്രത്യേകതയാണ്. മറ്റൊന്ന് RSSന്റെ സർവ്വസംഘാലകർ മോഹൻ ഭാഗവതിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഈ സുരക്ഷാ ക്രമീകരണം വിലയിരുത്തലായി അദ്ദേഹം അയോധ്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി മറ്റും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രാംപഥിലാണ്. രാംപഥ് എന്ന് പറഞ്ഞാൽ ഈ അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ മുൻവശം മുതൽ ലതാ ചൗക്ക് വരെയുള്ള പ്രദേശം. ഇവിടെ റെസ്ട്രിക്റ്റഡ് എൻട്രി മാത്രമാണ്. പ്രാദേശികമായ ചില ആളുകൾക്ക് മാത്രം കടന്നു പോകാം. മറ്റെല്ലാം പോലീസ് വാഹനങ്ങളും ഒപ്പം പാസ്സുള്ള വാഹനങ്ങളും VIP പാസ്സുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം. ഈ ഓട്ടോറിക്ഷകൾ പോലും നിരോധിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ എല്ലാ തരത്തിലും പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണത്തിലാണ് അയോധ്യ. മറ്റൊന്ന് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാവിലെ 6 മണിക്ക് ക്ഷേത്രം ആരതി ആരംഭിച്ചത് മുതൽ, ക്ഷേത്രം തുറന്ന സമയം മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് വലിയ പ്രവാഹമാണ് ആളുകളുടെ. എല്ലാ തരത്തിലും അവർക്കുള്ള കൃത്യമായ കാര്യങ്ങളും മറ്റും ക്ഷേത്രം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അധികം ക്യൂ നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ദർശനം നടത്തി മടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള ക്യൂ കോംപ്ലക്സുകളും മറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്, ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറുന്ന ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്ന ഭക്തജനങ്ങളുടെ ദൃശ്യങ്ങളാണ്. ഇതിപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തിച്ചേരുന്ന ആളുകളുണ്ട്. ഈ നമ്മുടെ കണക്കനുസരിച്ച് ഈ അയോധ്യ ക്ഷേത്രം തുറന്ന പ്രാൺപ്രതിഷ്ഠ ചടങ്ങ് മുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഓരോ ദിവസവും വർധനവാണ്. ആളുകൾ കുറയുന്നില്ല, വർധനവാണ്. ഇവിടെ വന്ന് ഭക്ത ദർശനം നടത്തി അവർ തിരിച്ചു പോകുന്ന സാഹചര്യവും മറ്റുമാണ്. അങ്ങനെ ഏറെ സന്തോഷത്തോടു കൂടി ഇവിടെ കണ്ട് മടങ്ങുന്ന ഭക്തലക്ഷങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിലും മറ്റും കാണാം. നാളെ 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ് ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 190 അടി ഉയരമുള്ള ഗോപുരത്തിന് മുകളിലാണ് ധ്വജ ആരോഹണം നടക്കുക എന്നുള്ളതാണ്. അതായത് ക്ഷേത്രത്തിന്റെ പൂർത്തീകരണം, അതിന്റെ കംപ്ലീഷൻ അത് കഴിഞ്ഞിരിക്കുന്നു. ക്ഷേത്രം പൂർണ്ണമായും സജ്ജമായിരിക്കുന്നു ഭക്തജനങ്ങൾക്കായി. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. 2020 നിർമ്മാണം ആരംഭിച്ച ക്ഷേത്രമാണ്. 4 വർഷം കൊണ്ട് പ്രാൺപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പ്രാൺപ്രതിഷ്ഠ നടന്നത്. അതിനുശേഷം ഇപ്പോൾ കൃത്യമായി തന്നെ ക്ഷേത്രത്തിന്റെ പൂർത്തീകരണം ഏതാണ്ട് 1 വർഷവും 9 മാസവും കഴിയുമ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഏതായാലും അയോധ്യ വലിയ ആഘോഷത്തിലാണ്, വലിയ ഒരുക്കങ്ങളിലാണ്. ഭക്തജനങ്ങളെ സ്വീകരിക്കാനും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനും
ഭവ്യ. രഞ്ജിത്ത്, നാളെ കൃത്യമായി 8000 ആളുകൾക്ക് മാത്രമാണ് അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട 8000 ആളുകൾക്ക് അങ്ങോട്ടേക്ക് ക്ഷണമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേക പല വിഭാഗത്തിൽ നിന്നുള്ള 8000 ആളുകളെയാണ് അങ്ങോട്ടേക്ക് നാളെ ഈ ചടങ്ങിനായി ക്ഷണിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇന്ന് UP മുഖ്യമന്ത്രി അടക്കം അങ്ങോട്ടേക്ക് എത്തി കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ടല്ലേ? എല്ലാം അവസാനവട്ട ഓട്ടത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ അല്ലേ? ഇന്നലെ മുതൽ 2-3 ദിവസമായി തന്നെ ഈ ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട്. കലശപൂജ അടക്കം നടക്കുന്നുണ്ട്. അതൊക്കെ വിവിധ ആചാര്യന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള സവിശേഷമായ ചടങ്ങുകളാണ്. ഈ ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പൂജകൾക്ക് നേതൃത്വം നൽകുന്നത് കാശി, രാമേശ്വരം, ഒപ്പം അയോധ്യയിൽ നിന്ന് മറ്റുമുള്ള 101ഓളം ആചാര്യന്മാരാണ്. അവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അത്തരത്തിൽ എല്ലാ രീതിയിലും വലിയ തോതിലുള്ള സന്നാഹങ്ങളും ക്രമീകരണങ്ങളും മറ്റും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇപ്പോൾ യോഗി വന്ന് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അതിനുശേഷം ഈ പൂർണ്ണമായും സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട പഴുതടച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വലിയ ശ്രദ്ധ പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളിൽ പഴുതടച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട്. കാരണം അയോധ്യ നമുക്കറിയാം, BJP സംബന്ധിച്ചിടത്തോളം, UP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ശ്രദ്ധയാകർഷിക്കുന്ന, അല്ലെ അവരുടെ ഒരു കോർ എയിമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവരുത് എന്ന വളരെ കൃത്യമായി തന്നെയുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നതുകൂടി ചേർത്ത് വെക്കണം. അപ്പോൾ പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള അദ്ദേഹം കേന്ദ്ര ബിന്ദുവായി തന്നെയുള്ള ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഉള്ള ഒരു ക്രമീകരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നുമുണ്ട്. ഒപ്പം ഈ ആളുകളുടെ ഒരു വരവിന്, അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഒരു വരവിന് യാതൊരു തരത്തിലുള്ള കുറവുണ്ടാവരുത്, അല്ലെങ്കിൽ അവർക്കൊരു അസൗകര്യം ഉണ്ടാകരുത് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴും ഭക്തജനങ്ങളെ നാളെ ഒരു 10 മണി മുതലൊക്കെ ആവും ഒരു പക്ഷേ റെസ്ട്രിക്ഷൻ ഉണ്ടാവുക. കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. റെസ്ട്രിക്ഷൻ ആളുകൾക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാനായി ഇപ്പോൾ ദർശന സമയമൊക്കെ കൂട്ടിയിട്ടുണ്ട്. 2 മണിക്കൂറോളം ദർശന സമയത്തിൽ ഒരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് എത്താനും സുഗമമായി വന്നു പോകാനും ഒക്കെയുള്ള അവസരങ്ങളും मचुम उंडागुनुंडा। स्वामी जी आप किधर से? अयोध्या धाम से। कैसा लग रहा है पूरा? अयोध्या बिल्कुल सजी हुई है, धजी हुई है, नवनवायमान अयोध्या है। वही अयोध्या था जो पूर्ववर्ती सरकारों में लोग आने से कतराते थे। आज वही अयोध्या है कि आज लग रहा है कि मानिए वही त्रेता कालीन जैसा रुद्रयामल में वर्णन है, जैसा श्रीमद् वाल्मीकि रामायण में वर्णन है। अष्टचक्रा नवद्वारा देवानां पुरयोध्या तस्यामृषन्मयः कोशः ज्योतिषावृतः, जिसको भगवान ने अपने मुखारविंद से गाया है। यद्यपि सब वैकुंठ बखाना वेद पुराण विदित जग जाना, आते हैं रघुनंदन सजवा दो द्वार द्वार, स्वर्ण कलश रखवा दो बधवा दो वंदनवार, खुशियाँ रखवा दो बंधवा दो वंदनवार, खुशियाँ मनाओ गौरी मंगल चार, खुशियाँ मनाओ गौरी मंगल चार, स्वर्ण कलश रखवा दो बधवा दो वंदनवार, स्वर्ण कलश रखवा दो बधवा दो वंदनवार। सजी नगरिया है सारी, नाचे गावे नर नारी, लरियों से मनियों से फुलझरियों से सजा आश्रम किधर है? मैं शाकित भवन मंदिर का महंत आचार्य सीताराम। ആശ്രമങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാർ സന്യാസിവര്യന്മാരൊക്കെയാണ് ഇവിടേക്ക് ആ ദിവസം മുതൽ തന്നെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തീർത്തും ഭക്തിസാന്ദ്രമായ ഭക്തജനങ്ങൾ വന്നു പോകുന്നവർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു അന്തരീക്ഷം കൂടി അയോധ്യയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഭവ്യ ഏറ്റവും വലിയ പ്രത്യേകത. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് അയോധ്യയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത്.